നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കുട്ടി കേക്കാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ബേക്കൊന്നും ചെയ്യാതെ വേറെ മുട്ടയോ ഓയിലോ ഒന്നും ആവശ്യമില്ലാതെ നമ്മൾ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേക്കാണ്. ഈ ഒരു കുഞ്ഞു പ്ലേറ്റിലാണ് നമ്മൾ ഈ കേക്ക് അസംബിൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ബ്രെഡ് സ്ലൈസസും പിന്നെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീമിൻ്റെ ബാക്കി വന്ന കുറച്ച് ക്രീം ഇരിപ്പുണ്ടായിരുന്നു. ഇത് 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ടുള്ളത് ഇതിൽ. പിന്നെ അതായത് പാലും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ ഈ ബ്രെഡ് സ്ലൈസസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബേസിൽ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ, കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലൊരു ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് പാലും പഞ്ചസാരയുള്ള മിക്സ് വെച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മുടെ ക്രീമിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈസിൽ നമ്മൾ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ മുന്തിരിയും അതിൻ്റെ മേലെ വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം സൈഡൊക്കെ ഇടാക്കുന്നത്. എന്തായാലും പാവല്ലേന്ന് വിചാരിച്ച് അവന് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവൻ്റെ ഇഷ്ടം പോലെ തന്നെ അവനവൻ്റെ കുറച്ച് ഉണക്കമുന്തിരി കഴിക്കാൻ കൊടുത്തതാണ്. അതൊന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ മേലെ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്ത് 2ാമത്തെ സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് പാലും പഞ്ചസാരയും വെച്ചിട്ട് അതിനൊന്ന് വെറ്റ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് വെറ്റാക്കിക്കോട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് കഴിക്കാൻ സമയത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ. കാരണം ഇത് ബ്രെഡല്ലേ, നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്തതല്ലല്ലോ. അപ്പോൾ 2ാമത്തെ സ്ലൈസിൻ്റെ മേലും അതുപോലെ തന്നെ നമ്മൾ വെറ്റ് ചെയ്ത് ക്രീം സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഈ ക്രീമിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ വെറുതെ ഒന്ന് ഷൂ എന്നൊന്ന് സ്പ്രിങ്കിളാക്കി കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു രസം കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് അടുത്ത സ്ലൈസും കൂടി ബ്രെഡ് വെച്ചു വെറ്റ് ചെയ്തു. എല്ലാം സെയിം സ്റ്റെപ്പ് തന്നെ, പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ചോട്ടാപ്പിയാണ് കേട്ടോ വെറ്റ് ചെയ്യാൻ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഒരു കണക്കിനും കേക്ക് മര്യാദയ്ക്ക് ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇതും അവൻ്റെ സജഷനാണ്. അവർക്ക് അതിൻ്റെ മേലെ പഴം വെക്കണം. ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ ആ സ്ലൈസിൻ്റെ മേലെ നമ്മൾ കുറച്ച് പഴവും കൂടി വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്തു. നമ്മുടെ ലാസ്റ്റ് സ്ലൈസ് ഏറ്റവും ടോപ്പ് 1 അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വെറ്റ് ചെയ്ത ശേഷം മൊത്തമായിട്ട് നമുക്ക് ക്രീം കൊണ്ട് ഇതിനെ ഫുള്ളായിട്ട് 4 സൈഡും കേക്കിൻ്റെ അതൊന്ന് കവർ ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു വിധം ഇതിനെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി വന്ന് ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ക്രീമൊന്നുമില്ല. ഉള്ളതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് മൊത്തത്തിൽ അതിൻ്റെ 4 ചുറ്റും നമ്മൾ ഐസിങ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ കുറച്ചും കൂടി കൊക്കോ പൗഡർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതാണ്. നല്ല ഭംഗിയില്ലേ ഇപ്പം കാണാൻ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ് അതിനെ ഫ്രീസറിൽ വെച്ച് ശേഷം പുറത്തെടുത്ത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണേ. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പുറമേ കാണുമ്പോൾ തോന്നുമോ? ഇല്ല, പക്ഷേ കഴിക്കുമ്പോൾ തോന്നും. അപ്പം എന്തായാലും നമ്മൾ ബ്രെഡ് വെച്ച കേക്കിന് എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്നാലും ടേസ്റ്റ് ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. നമുക്ക് ഒരു ഒരു ക്വിക്ക് റെസിപ്പി, ഒരു ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുത്താലും സംഭവം അടിപൊളി തന്നെയാണ്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ ഓരോ സ്ലൈസിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്നും ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓക്കേടാ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.